कार्रवाई 3 बजे तक के लिए स्थगित की जाती है। വിവാദകരമായ ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിലേക്ക് എത്തിക്കുമ്പോൾ ശക്തമായ എതിർപ്പാണ് ഉണ്ടാകുന്നത്. ബില്ല് കയറിയെറിഞ്ഞ് പ്രതിഷേധം നടക്കുന്നു. ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ഇന്ത്യ സഖ്യം MP-മാർ ഒബ്ജക്ഷൻ നോട്ടീസിന്മേൽ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ ആഭ്യന്തരമന്ത്രിയുമായും കടന്ന ഭാഷയിൽ സംസാരിക്കുന്നതടക്കം കണ്ടു. വലിയ പ്രതിഷേധത്തിനാണ് ബില്ലിനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യം മുതിരുന്നതെന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നതുമാണ്. 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രി പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിൽ മേലാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം വരുന്നത്. ഈ വ്യവസ്ഥ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ബാധകമെന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വെട്ടിലാക്കാനും ആ മന്ത്രിസഭയെ മറിച്ചിടാനും ഒക്കെയുള്ള നീക്കങ്ങളിലേക്ക് പിന്നീട് അതിനെ മാറ്റപ്പെടുമെന്നുള്ളത് വിദൂര ഭാവിയിൽ നോക്കി കണ്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. ബില്ല് കീറിയെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് മുൻപ് തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് കണ്ടത്. വാക്പോരും അത് സംബന്ധിച്ച് നടക്കുന്നുണ്ടായി. ശക്തമായ എതിർപ്പ് ഇക്കാര്യങ്ങളിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടായി. അമിത്ഷായും KCയും തമ്മിൽ സഭാതലത്തിൽ വലിയ രീതിയിലുള്ള വാക്പോരുണ്ടായി. അതിനു മുമ്പ് മറ്റ് ഇന്ത്യ സഖ്യം MP-മാരും ഈ കാര്യത്തെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒബ്ജക്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ സംയുക്ത പാർലമെന്റ് സമിതി അതായത് JPCക്ക് വേണ്ടി ഈ കാര്യങ്ങളെ വിടാൻ ആണ് ഒരു തീരുമാനമുള്ളത്. ഭരണഘടനാ ബില്ല് ഇത്തരത്തിൽ ആ പാർലമെന്റ് സംയുക്ത സമിതിയുടെ നിരീക്ഷണത്തിലേക്ക് വിടാനും അതിനുശേഷം അതിന്മേലുള്ള ചർച്ച നടത്താനും ഒക്കെയുള്ള തീരുമാനത്തിലേക്കും ചേർന്നു. ലിജോ വർഗീസ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കും. ലിജോ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ MP-മാർ എത്തുന്ന സാഹചര്യം, ആ പ്രതിഷേധങ്ങൾക്കൊടുവിലൂടെ വാക്പോര് നടക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. ലോക്സഭയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ സംഗീത, ലോക്സഭയിൽ ഇപ്പോൾ ഈ വിവാദ ബില്ല് ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചത്, അത് മേശപ്പുറത്ത് വെച്ചത്. ഇതിന്മേലുള്ള ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിലുള്ള എതിർപ്പ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയാണ്. അത് പ്രധാനമായും കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാലും മനീഷ് തിവാരിയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ ബില്ലിനെ കുറിച്ച് വളരെ ശക്തമായി എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്ന തരത്തിലാണ് ഈ ബില്ല് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം പ്രതിപക്ഷ അംഗങ്ങളെയും പ്രതിപക്ഷ സർക്കാരുകളെയും, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെയും അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നുള്ളതാണ് പ്രധാനമായും ആരോപിച്ചത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് 30 ദിവസം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്നാൽ അയാൾ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ തരത്തിലാണ് ഈ ബില്ല് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതൊരു നിയമമായാൽ സ്വാഭാവികമായും പല മന്ത്രിമാരെയോ മുഖ്യമന്ത്രിമാരെയോ അത്തരത്തിൽ ഫ്രെയിം ചെയ്യാനും ഇപ്പോൾ കേന്ദ്രത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളായ NIA അല്ലെങ്കിൽ EDO CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് അവരെ കസ്റ്റഡിയിൽ വെക്കാനോ അല്ലെങ്കിൽ വിചാരണ തടവുകാരായി വെക്കാനോ ആ തരത്തിൽ വിവിധ വകുപ്പുകൾ ചുമത്തി 30 ദിവസത്തിലധികം ഫ്രെയിം ചെയ്ത് അവരെ ജയിലിനകത്ത് നിർത്താൻ കഴിയും. അങ്ങനെ വന്നാൽ ആ സംസ്ഥാന സർക്കാരുകൾ തന്നെ അസ്ഥിരപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ സർക്കാർ താഴെ വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് സ്വാഭാവികമായും മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. അതിൽ തന്നെ KC വേണുഗോപാൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാറിൽ NDA സഖ്യകക്ഷിയാണ്. അദ്ദേഹത്തിന് JDU എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ NDAയുടെ ഘടകകക്ഷിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ TDP തെലുങ്കുദേശം പാർട്ടി, അത് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയാണ്. ആ പാർട്ടി NDA സഖ്യകക്ഷിയാണ്. ഈ സഖ്യകക്ഷികളെ പോലും വരുതിയിൽ നിർത്താൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി നിർത്താൻ, തങ്ങൾക്കെതിരെ ഒന്നും പറയാതിരിക്കാൻ തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നിയമമായി ഇത് മാറാനാണ് സാധ്യത, അല്ലെങ്കിൽ അതിനാണ് നീക്കം നടത്തുന്നതെന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. അതിനിടയിൽ KC വേണുഗോപാൽ ഇന്ന് വ്യക്തമാക്കിയത് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അമിത്ഷായ്ക്കെതിരെയും അമിത്ഷാ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായല്ലോ, അതുപോലെയുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കണം അല്ലെങ്കിൽ മുന്നിൽ കാണണം എന്നുള്ള കാര്യം KC വേണുഗോപാൽ ചോദിച്ചു. പക്ഷേ അതിന് അമിത്ഷാ
മറുപടി പറഞ്ഞത് അങ്ങനെ ആ സമയത്ത് താൻ ജയിലിൽ പോയ സമയത്ത് താൻ രാജിവെച്ച് മാതൃക കാണിച്ചിട്ടാണ് പോയതെന്നുള്ള ഒരു കാര്യം ഇന്നിപ്പോൾ അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് ലോക്സഭയിലുണ്ടായി. ഈ ബില്ല് കീറി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ അംഗങ്ങൾ വലിച്ചെറിഞ്ഞു. ആ തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇന്ന് 12 മണിക്ക് ഈ ബില്ല് അവതരിപ്പിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് ബില്ല് അവതരിപ്പിച്ചില്ല. തുടർന്ന് 2 മണിക്ക് BJPയുടെ മുഴുവൻ അംഗങ്ങളും ലോക്സഭാ അംഗങ്ങൾ പൂർണ്ണമായും സഭയിൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഴുവൻ MP സമയത്താണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. അതിന് ഇടയിലാണ് വലിയ തരത്തിലുള്ള ബഹളമുണ്ടായത്. അമിത്ഷായുടെ നേരെ ഇത്തരത്തിൽ ബില്ല് കീറി എറിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സഭ 3 മണി വരെയൊക്കെ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി വീണ്ടും സഭ 3 മണിക്ക് സമ്മേളിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്ന സമയത്ത് തന്നെ അമിത്ഷാ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് വിടുകയാണല്ലോ, ആ സമയത്ത് എതിർപ്പ് ഉന്നയിച്ചാൽ പോരെ, ഇപ്പോഴെന്തിന് എതിർപ്പ് ഉന്നയിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിന് NK പ്രേമചന്ദ്രൻ പറഞ്ഞ മറുപടി ഈ സഭയിലുള്ള ഓരോ അംഗങ്ങളുടെയും അവകാശമാണ് ഒരു ബില്ല് സഭയിൽ വരുമ്പോൾ, അത് സഭയിൽ വെക്കുമ്പോൾ, സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള അവകാശം അംഗങ്ങൾക്കുണ്ട്. അത് ആ ഘട്ടത്തിൽ തന്നെ എതിർക്കുകയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഭരണഘടനയുടെ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലാണ് ഈ ഒരു ബില്ല് ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് വിഭാവനം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. അതിൽ തന്നെ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പ്രധാനപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം ഉള്ളത്. അതിൽ NIA ഉണ്ട്, ED ഉണ്ട്, CBI തുടങ്ങി അന്വേഷണ ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആജ്ഞാനവർത്തകളായി നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും കുടുക്കുന്നതിനും 30 ദിവസം ജയിലിൽ വെക്കുന്നതിനും കഴിയും. അതോടുകൂടി ആ സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഇത്. ഭരണഘടനയുടെ വലിയ തരത്തിലുള്ള ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നുള്ള ആക്ഷേപമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ഏതായാലും വോട്ട് ചോരി വിവാദവുമായി വലിയ തരത്തിലുള്ള വിവാദം രാജ്യത്ത് നിലനിൽക്കുകയും ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി വലിയൊരു ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ ഇന്നലെ ഉച്ച കഴിയുന്നതോടുകൂടി ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ഇന്ന് ഉച്ചയായപ്പോഴേക്കും അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. അതിൽ തന്നെ വലിയൊരു ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷ MP-മാർ ഉന്നയിക്കുന്നുണ്ട്. അത് MP-മാർക്ക് ആർക്കും ഈ ബില്ലിനെ കുറിച്ച് വിവരവുമില്ല, ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് MP-മാർക്ക് നൽകിയിട്ടില്ല. ആ തരത്തിൽ അവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിഷയം അല്ലെങ്കിൽ നിലവിലുള്ള രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളുടെ വിഷയം വഴി മാറ്റാനാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്നത്. സംഗീത, തീർച്ചയായും ലിജോ, അത്തരത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വരുതിയിൽ നിർത്താനുള്ള ശ്രമം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. ഡൽഹിയിലടക്കം അരവിന്ദ് കെജ്രിവാൾ നാളുകളോളം ജയിലിൽ കഴിയുന്നത് കണ്ടതാണ്. അത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു ബില്ലിന്റെ പ്രസക്തി, ഈ ഒരു ബില്ല് വിവാദമായി എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ഒരു നാടകീയ രംഗങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യതകളല്ലേ മുന്നിലേക്കുള്ളത്? മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ തന്നെ വോട്ടർ അധികാര യാത്ര നടക്കുമ്പോൾ അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചുകൊണ്ടുള്ള ഒരു മാനിപ്പുലേഷൻ കൂടി അവിടെ ഉണ്ടാകുന്നു. അതിന് പാർലമെന്റ് വേദിയാകുന്ന ഒരു സാഹചര്യം. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഈ മണിക്കൂറുകൾ വോട്ടർ അധികാര യാത്രയുടെ പ്രാധാന്യത്തെ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടുവന്ന വിഷയങ്ങളെയൊക്കെ ചെറുതാക്കിക്കൊണ്ട് അതിന് മീതെ മറ്റൊരു വിഷയത്തെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു നീക്കം, അതിനെ രാഷ്ട്രീയപരമായി കൂടി ഏത് രീതിയിൽ നോക്കിക്കാണണം? തീർച്ചയായും ഈ വിഷയത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായും പാർലമെന്റിന്റെ സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. 2 ദിവസം കൂടി മാത്രമാണ് സഭാ സമ്മേളനം, പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ബില്ല് അവതരിപ്പിക്കാൻ. ലിജോയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ പാർലമെന്റിൽ നടന്ന പ്രസക്തമായ ആ ഭാഗം, ബില്ല് കീറിയെറിയുന്ന ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് പാർലമെന്റിലുണ്ടായ ഏറ്റവും പ്രസക്തമായ ആ ഒരു മൊമെന്റാണ് ഇപ്പോൾ കണ്ടത്. ആ ബില്ല്
കീറി എറിയുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. ലിജോ അവിടെ തുടരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ശരത് ലാൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, വളരെ നാടകീയമായ രംഗങ്ങൾ, അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായി ഉന്നയിക്കപ്പെടുന്ന കാര്യമാണ് ഈ അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നീക്കാനുള്ള വിവാദ ബില്ലെന്നുള്ളത്. അതിന്റെ പാർലമെന്റിലെ പ്രതികരണം മാത്രമല്ല, അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന നീക്കങ്ങളും കോളിളക്കങ്ങൾ കൂടി എങ്ങനെയാണ് ശരത്? സംഗീത, നേരത്തെ ലിജോ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഇത് സംബന്ധിച്ച ബില്ലിൻ്റെ വിശദ വിവരങ്ങൾ ഓൺലൈനായിട്ട് സോഫ്റ്റ് കോപ്പിയായി MP-മാർക്ക് മെയിൽ ചെയ്തത്. അതായത് ഇത് വായിച്ച് നോക്കാൻ പോലും സമയം ലഭിച്ചില്ല. ഇതുകൊണ്ട് തന്നെ 42ഓളം ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ ഈ ബില്ലിൻ്റെ അവതരണത്തെ തന്നെ എതിർത്തത്. ഏതായാലും അമിത്ഷാ ഇപ്പോൾ JPCക്ക് വിടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെ കാണിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ എതിർപ്പ് ഗവൺമെൻറ്റിനെ പിറകോട്ട് വലിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇത്തരമൊരു ബില്ല്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ബാധിക്കുന്നൊരു ബില്ല്, ഏതൊരു 30 ദിവസത്തെ ഏതൊരു വരെ 5 വർഷം പോലും കുറ്റം ചെയ്യാവുന്ന ചെറിയ ഒരു ശിക്ഷ വിധിക്കാവുന്ന ഒരു കേസിൽ പോലും മുഖ്യമന്ത്രിയും അതേ മന്ത്രിമാരും അടക്കം ജയിലായി കഴിഞ്ഞാൽ അവരെന്നും പുറത്താവുന്ന സ്ഥിതി, ഈ 356 വകുപ്പ് പിറകിൽ കൂടി കണ്ടെത്താനുള്ള വഴി എന്നൊക്കെ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ തടസ്സവാദങ്ങളാണ് ബില്ല് അവതരണ വേളയിൽ കണ്ടത്. NK പ്രേമചന്ദ്രനും അമിത്ഷായും തമ്മിൽ വാക്പോര് തന്നെ സഭയിൽ നടന്നു, നമ്മൾ കണ്ടതാണ്. അതേപോലെ KC വേണുഗോപാലും അമിത്ഷായും തമ്മിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്കും കൂടി കാര്യങ്ങളെത്തി. പ്രതിപക്ഷം അതിശക്തമായി പ്രതികരിക്കുന്ന കാഴ്ചകളാണ് സഭയിൽ നമ്മൾ കാണുന്നത്. OIC ആവട്ടെ, അല്ലെ സമാജ്വാദി പാർട്ടി ആവട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ, ഒത്തൊരുമിച്ചുകൊണ്ട് ബില്ലിനെ ശക്തമായി എതിർക്കുന്ന കാഴ്ചയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ എഴുന്നേറ്റ് JPCക്ക് വിടാൻ തയ്യാറാണ് എന്ന് ആദ്യമേ വ്യക്തമാക്കിയത്. എന്നാൽ JPCക്ക് വിടുന്ന കാര്യമല്ല, ബില്ല് അവതരിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു നീക്കത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപോലെ ഇന്ത്യ സഖ്യം നേരത്തെ യോഗം കൂടുകയും ബില്ല് സഭാതലത്തിൽ കീറിയെറിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അമിത്ഷായുടെ മുഖത്തേക്ക് ബില്ല് കീറിയെറിഞ്ഞ് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ലോക്സഭാ TV-യിൽ പോലും ഭാഗികമായി കാണിക്കേണ്ടി വന്നു. അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇത്രയും ശക്തമായ എതിർപ്പിൻ്റെ ഒരു പ്രകടനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ്, എത്ര ശക്തമായിട്ടാണ് ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് നമുക്ക് കാണിക്കുന്നതാണ് ഇന്ന് നടുത്തളത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ. ഏതായാലും ഓരോ അംഗവും എന്തുകൊണ്ട് ഞങ്ങൾ ഒബ്ജക്ഷൻ നോട്ടീസ് നൽകി എന്നത് വിശദീകരിക്കുകയാണ്. ഒബ്ജക്ഷൻ നോട്ടീസിനെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ ബില്ല് അവതരിപ്പിക്കാൻ കഴിയൂ. ബില്ല് അവതരിപ്പിച്ച ശേഷം JPCക്ക് വിടുമെന്നാണ് ഇപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബില്ല് അവതരണം തന്നെ പാടെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സഖ്യം പ്രതിപക്ഷം പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരൊരു ബില്ല് ജനാധിപത്യത്തിന് എതിരാണെന്നും ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിസഭയെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയുമെന്നും ഇത്തരമൊരു കുറുക്കു വഴികളുടെ എന്നാണ് NK പ്രേമചന്ദ്രൻ ചോദിച്ചത്. അതേപോലെ സമാജ്വാദി പാർട്ടി നേതാവ് ചോദിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പരമാധികാരമാണ് മന്ത്രിമാരെ നിയമിക്കുക. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ പരമാധികാരം ഭരണഘടന അനുഷ്ഠിതമാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു നിയമം മൂലം ഇല്ലാതാക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ബിൽ ഭരണഘടന വിരുദ്ധമാണ്, ഈ ബിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചത്. OIC ആകട്ടെ ഇത് ഗസ്റ്റപ്പോ പോലീസിൻ്റെ റൂളിലേക്ക് രാഷ്ട്രീയക്കാരെ എത്തിക്കുമെന്ന് OIC വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം പോലീസുകാരൻ്റെ കാൽ കീഴിലായിരിക്കും ഇനിയുള്ള മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ജീവിതം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതാണ്ട് ഒരുവരെ അത് ശരിയുമാണ്. അത്ര രൂക്ഷമായ ഒരു വിമർശനമാണ് ബില്ലിൻ്റെ അവതരണത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഗീത, ശരത്ത്, കൃത്യമായി ഈ ബില്ലൊന്ന് വായിച്ചു നോക്കാനോ അതിൽ കൂടിയാലോചന നടത്താനോ പോലുമുള്ള സമയമുണ്ടായിരുന്നില്ല ഈ തീരുമാനം വരുമ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനിടയിലും ഇത്ര വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത് നമ്മൾ പാർലമെന്റിൽ കാണുകയുണ്ടായി. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല, ഇതൊരു തുടക്കമാണ് എന്ന് സൂചിപ്പിക്കുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയതൊക്കെ. ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യം ഇതിനെ ഏതൊക്കെ രീതിയിൽ കാണണം, ഇതിനെ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിലും ചർച്ചയാകുന്ന കാര്യമാണല്ലോ. വലിയ രീതിയിൽ വോട്ടർ യാത്ര അവിടെ നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ വലിയൊരു കാര്യമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട്. മാത്രമല്ല വരുതിയിലാക്കുക എന്നുള്ള ആ കാര്യം അതവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ നിൽക്കുകയുമാണല്ലോ.
സംഗീത അതുതന്നെയാണ് ഈ രാഷ്ട്രീയപരമായി ഇത്രയും പ്രതിഷേധങ്ങൾ കാരണം. രാഷ്ട്രീയക്കാരൻ 30 ദിവസം ചെറിയ കേസിൽ കസ്റ്റഡിയിലായാൽ പോലും അവൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുത്ത് നൽകുന്നതല്ല, മുഖ്യമന്ത്രിയുടെ പ്രോവാഗേറ്റീവാണ്, മുഖ്യമന്ത്രി നൽകുന്നതാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നൽകുന്നതാണ്. അവിടെയാണ് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ചൂണ്ടിക്കാട്ടിയത്. അതിനുള്ള മറുപടിയാണ് സർക്കാരിന് തന്നെ ഇന്നലെ രാത്രി 1:30 മണിക്ക് 1:32 ഇത് സംബന്ധിച്ച ബില്ലിൻ്റെ വിശദ വിവരങ്ങൾ MP-മാർക്ക് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുലർച്ചെയാണ് പല MP-മാരും ഇക്കാര്യം അറിയുന്നത്. അത് ആ ഒരു ഭരണഘടനാപരമായ നിഷേധമാണ് എന്ന് NK പ്രേമചന്ദ്രൻ്റെ ചോദ്യത്തിനും MP-ൻ്റെ ഒരു വാദത്തിനും മറുപടിയായിട്ടാണ് തങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് കൂടുതൽ ചർച്ച ചെയ്യാം, അതിന് സംയുക്ത പാർലമെന്ററി സമിതിക്ക്, അതായത് JPC-ക്ക് വിടാൻ തയ്യാറാണെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രതിപക്ഷത്തിന് ആവശ്യം ബില്ല് അവതരിപ്പിക്കാനേ പാടില്ല, ഇത്തരമൊരു ബില്ലുമായി മുന്നോട്ട് പോകരുത് എന്നാണ്. ഇനി JPC-യിൽ പ്രതിപക്ഷം അംഗമാകുമോ അല്ലെങ്കിൽ പ്രതിപക്ഷം JPC-യെ ബഹിഷ്കരിക്കുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ബില്ല് അവതരിപ്പിക്കും, JPC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രതിപക്ഷം ഇന്ത്യ സഖ്യം JPC-യിൽ തങ്ങളുടെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമോ, നാമനിർദ്ദേശം ചെയ്യുമോ എന്നതാണ് സംഗീത ഇനി നമുക്കറിയേണ്ടത്. എന്തായിരിക്കും ഇനി അടുത്ത ഇന്ത്യ സഖ്യത്തിൻ്റെ എതിർപ്പിൻ്റെ ഘട്ടം എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് JPC-യിൽ തീർച്ചയായും ശരത്ത് വ്യക്തമാണ്. അതുതന്നെയാണ് അറിയേണ്ടത്. ഇന്ത്യ സഖ്യം ഇനി ഇക്കാര്യത്തിൽ ഏത് നിലപാടോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി രാഷ്ട്രീയ പരമായി നോക്കുന്നവർ എല്ലാവരും അതിനെ ഉറ്റുനോക്കുന്നത്.